ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയുമെൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയുമെൻ സർവമോഹങ്ങളും. എന്നെയുമെൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? വൈകാരികമായൊരു ട്രഡീഷനാണിത്. വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ട്രഡീഷൻ എന്താ പറയുന്നത്? ഇനിമേലിൽ ഈ കുഞ്ഞ് എൻ്റെ ഫാമിലി അല്ല, ഈ കുഞ്ഞിന് ദൈവത്തിൻ്റെ ഫാമിലിയാണ്, അത് വലിയ ഫാമിലിയാണ്, ആ വലിയ ഫാമിലിയിലൊരു മെമ്പർ മാത്രമാണ് ഞങ്ങളെന്ന് പാരൻസ് പറയാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോനെ കാണാൻ വേണ്ടി ഈശോയുടെ അമ്മയും സഹോദരനും പുറത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ സിറ്റുവേഷൻ കൃത്യമായിട്ട് മാർക്കിൻ്റെ ഗോസ്പലിലാണ് പറയുന്നത്. അവരെന്തിനാ വന്നേ? അവർ സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഈശോനെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഇവർ വരുന്നത്. ആ ഇൻറ്റൻഷനിലാണ് അവർ വന്ന് നിൽക്കുന്നത്. അത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനൊരു മറുപടി പറയുന്നത്. അവർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഒറിജിനൽ ഫാമിലി പുറത്ത് നിൽക്കുമ്പോൾ അകത്തിരിക്കുന്നത് ആരാണ്? ഈശോയുടെ ഫ്യൂച്ചർ ഫാമിലിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈശോ ഒരു പാഠം കൊടുക്കുകയാണ്. ഞാൻ പുറത്തോട്ടല്ല വരണ്ടേ, നിങ്ങളകത്തോട്ട് വാ, ഈ പുതിയ ഫാമിലിയുടെ പാർട്ടാവുക. ഈ പുതിയ ഫാമിലി വലുതാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. ഈ ഭൂമിയിലെ കെട്ടുകളേക്കാൾ വലുതാണ് സ്വർഗത്തിലെ കെട്ടെന്ന് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോടുള്ള കെട്ടാണ്.